30/7/2025 ബുധനാഴ്ചത്തെ നക്ഷത്രഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. മേടം തുലാം രാശിക്കാർക്ക് ശുഭവും, ഇടവം മിഥുനം കന്നി രാശിക്കാർക്ക് മധ്യമവും, കർക്കിടകം ചിങ്ങം വൃശ്ചികം കുംഭം മീനം രാശിക്കാർക്ക് ദോഷവും, ധനു മകരം രാശിക്കാർക്ക് കഠിന ദോഷവും ഉള്ള സമയം ആണ്. ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഗുണം കിട്ടുന്ന നക്ഷത്രങ്ങളും അതുപോലെ പ്രണയകാര്യങ്ങളിൽ പ്രധാനമുള്ള നക്ഷത്രങ്ങളും ഒക്കെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതേപോലെ കൂറുകൾ പറയുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക എല്ലാവരും. ഓരോ നക്ഷത്രങ്ങളുടെ ഇടയ്ക്ക് ഓരോ ഇതിൻ്റെ പറയുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും പറയുക. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഒരു പ്രധാന കാര്യം, ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഗുണമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനിത് പറയുന്നുള്ളൂ. ഇതിനകത്ത് ഗുണമുണ്ടാകാവുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകിച്ചില്ലെങ്കിൽ നിങ്ങൾ നമഃശിവായെന്നോ നാരായണെന്നോ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റ് എഴുതുന്നത് കൊണ്ട് നിങ്ങൾക്കും ഗുണമുണ്ട്. കാരണം നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം നിങ്ങൾ എഴുതുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളും അതിനുവേണ്ടി പ്രവർത്തിക്കും. അതുകൊണ്ട് നിങ്ങൾക്കതിൻ്റെ ഗുണം പൂർണ്ണമായും കിട്ടുമെന്നുള്ളത് കൊണ്ട് ആ കമൻറ്റ് തന്നെ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അഭിപ്രായങ്ങളുള്ളവർ നിങ്ങൾ ആ കമൻറ്റും കൂടെ ചെയ്യുക. കൂടെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം കൂടെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുകയും ചെയ്യുക. നമുക്ക് കൂടുതൽ ഫലത്തിലേക്ക് വരാം. 1-2 കമൻറ്റ് ഉണ്ടായിരുന്നു മറുപടി പറയേണ്ടതായിട്ട്. അത് ആ കമൻറ്റുകൾ ഏതാണെന്ന് ഞാൻ എഴുതി വയ്ക്കാൻ പറ്റിയില്ല, വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കമൻറ്റുകളൊന്ന് ഈ വീഡിയോയുടെ അടിയിൽ ഇടുകയാണെങ്കിൽ അടുത്ത ദിവസം ഞാനത് ചെയ്യാം കേട്ടോ. കമൻറ്റുകളായിട്ട് ചെയ്യാം, എൻ്റെ മറുപടി പറയാൻ കൃത്യമായിട്ട് കേട്ടോ. അതുകൊണ്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നോക്കാം, വിശദമായ ഫലത്തിലേക്ക് വരാം. മേടം രാശി. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടം രാശി. മേടം രാശിക്കാർക്ക് ശുഭകരമായൊരു ദിവസമാണ്. കാര്യം 7ര ശനിയും 5ൽ കേതുവും 3ൽ വ്യാഴവും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു ദിവസമാണ്, ഒരു കാലഘട്ടമാണെങ്കിലും ഈ ദിവസം മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായിരിക്കും. ജാതകം കൂടെ അനുകൂലമാകണം കേട്ടോ. ഏത് കാര്യത്തിലും ജാതകം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇത് ചന്ദ്രാധിഷ്ഠിതമായ രാശിഫലമാണ്. അതേപോലെ തന്നെ പ്രധാനമാണ് അതും ഇതും തുല്യമായി തന്നെ നിൽക്കുന്നതാണ്. ഇത് ചന്ദ്രാധിഷ്ഠിത രാശിഫലം അനുസരിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശുഭകരമാണ്. ഈ ദിവസം ശുഭമാണ്. പൊതുവെ ആത്മവിശ്വാസത്തിന് ഒരല്പം കുറവും അലസതയും ആരോഗ്യകാര്യങ്ങളിൽ മേന്മക്കുറവൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് പിത്തരോഗമുള്ളവർക്ക്, ഉഷ്ണസംബന്ധമായ രോഗമുള്ളവർക്ക്, ദന്തരോഗമുള്ളവർക്ക് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സമയമാണ്. എങ്കിലും മനസ്സ് ബുദ്ധി ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. അതേപോലെ സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ്. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ നിന്നൊക്കെ നേട്ടങ്ങളുണ്ടാകാം. ശത്രുദോഷമൊക്കെ വളരെ കുറയുന്ന സമയമാണ്. കടബാധ്യതകളും കുറച്ചു കൊണ്ടുവരാൻ കഴിയും. വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് ശത്രുദോഷമൊക്കെ കുറയുകയും ശത്രുക്കളായിട്ടുള്ളവരെ മിത്രമാക്കുന്നതിന് അനുകൂലമായ ഒരു ദിവസം കൂടെയാണ് ഇത്. അതുകൊണ്ട് അതിനുള്ള ശ്രമം ഈ ദിവസങ്ങളിൽ നടത്താവുന്നതാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും. ധനപരമായ കാര്യങ്ങളിൽ അത്ര അനുകൂലമായിരിക്കില്ല. അതേപോലെ ഒരു ചെറിയ ദൈവാധീനമൊക്കെ കുറയുന്ന സമയം തന്നെയാണ്. വ്യാഴം 3-ലാണല്ലോ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട്
കഫരോഗങ്ങളൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തികമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാവും. മക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ശ്രദ്ധ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൊടുക്കുന്നത് നല്ലതാണ്. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. വാഹന സംബന്ധമായ കാര്യങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന ഒരു ദിവസം കൂടെയാണ്. എങ്കിലും തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകും. തൊഴിലാളികളിൽ നിന്ന് അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാകും. മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒന്നും അത്ര മേന്മയുണ്ട് എന്ന് പറയാനായിട്ട് പറ്റുന്ന ഒരു ദിവസമല്ല. എങ്കിലും പൊതുവേ കാര്യങ്ങൾ ഒന്ന് നാമജപാദി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഗുണകരമായ ഒരു ദിവസം തന്നെയായിരിക്കും. മേടക്കൂറുകാർക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി. കുറച്ച് നന്മയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതിൽ കഴിയും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോയാലെന്ന് മനസ്സിലാക്കുക. ഇനി ഈ കൂറുകളുടെ ഇടയ്ക്ക് പറയാം എന്ന് പറഞ്ഞ ഒരു കാര്യം, ഏറ്റവും ഗുണം കിട്ടുന്നൊരു നക്ഷത്രം ഏതാണെന്നാണ്. ഈ ദിവസം മിക്കവാറും എല്ലാ കാര്യങ്ങളും ഒന്ന് പരിഗണിച്ചിട്ട് ഗുണം കിട്ടുന്ന ഒരു നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്നത് അത്തം നക്ഷത്രം എന്നാണ്. അപ്പോൾ അത്തം നക്ഷത്രക്കാർക്ക് കാര്യം അവരൊന്ന് കൃത്യമായി ശ്രദ്ധിക്കുക. അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ നാളുകാർക്ക് കഴിയും. അതുകൊണ്ട് ഈ നാളുകാർ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനി ദോഷമുള്ള നക്ഷത്രങ്ങളും അതേപോലെ പ്രണയകാര്യങ്ങളിൽ ദോഷ നക്ഷത്രങ്ങളും ഇതിനിടയ്ക്ക് പറയുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇടവക്കൂറ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യ കാര്യത്തിൽ ഇടവക്കൂറുകാർക്ക് മേന്മയുള്ള സമയമാണ്. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസം ഉണ്ടാകുകയും സംശയലേശമന്യേ കാര്യങ്ങൾ ചെയ്യാനും കഴിയും. എന്നാൽ മനസ്സ് അത്ര അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് ഒരു മുൻകരുതലൊന്നുമില്ലാതെ എടുത്ത് ആത്മവിശ്വാസത്തോടു കൂടി ചാടി ഇറങ്ങിയാൽ ചിലപ്പോൾ അത് നഷ്ടം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കാം. മാതൃസ്ഥാനീയർ അനുകൂലമല്ല, എന്നാൽ പിതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും. മനസ്സ് ബുദ്ധിയൊന്നും അത്ര വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്ന ദിവസമായിരിക്കും. ആസ്മ, മാനസികമായ അസ്വസ്ഥത തുടങ്ങിയവരുള്ളവർ വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടെയാണ്. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന ഒരു സമയമാണ്. കടബാധ്യത വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ചെറിയ അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിലും ദൈവാധീനമുള്ള ഒരു കാലഘട്ടമായതുകൊണ്ട് അതിനൊക്കെ ഉണ്ടായാൽ പോലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോരാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് ദൈവാധീനം ഒരു നാമജപമൊക്കെ ആകാം എന്നർത്ഥം. അപ്പോൾ കുറച്ചുകൂടെ ഗുണം കിട്ടും. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമല്ല. അതുപോലെ നെർവസ് ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു കാര്യം സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പനി പോലുള്ള പകർച്ചവ്യാധികളും ഈ സമയത്തുണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായ സമയമല്ല. മക്കളും ജീവിത പങ്കാളിയും ഒക്കെ പൊതുവെ അനുകൂലമായിരിക്കും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹന സംബന്ധമായ കാര്യങ്ങളിലും മേന്മയുണ്ടാകും. തൊഴിൽ രംഗത്ത് നേട്ടങ്ങളുണ്ടാകും. ജാതകത്തിനും കൂടെ അനുകൂലമാണെങ്കിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തുവാനും ഒക്കെ അനുകൂലമായ സമയമാണ്. അതുപോലെ തൊഴിൽ രംഗത്ത് പുതിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനും ഇവർക്ക് ഈ സമയം ഉപയോഗിക്കാം. എങ്കിലും ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ, തൊഴിൽപരമായ മേഖലയിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ചില തടസ്സങ്ങളും പ്രയാസങ്ങളുമൊക്കെ അനുഭവപ്പെടുമെങ്കിലും അത് ഉറച്ച തീരുമാനത്തോടുകൂടി മുന്നോട്ട് പോയാൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. നന്നായി ഈശ്വരാധീനമൊക്കെ വരുത്തി മുന്നോട്ട് പോവുക, നേട്ടങ്ങൾ ഉണ്ടാക്കാം.
ജാതകം കൂടെ ഒന്ന് പരിശോധിക്കുക. ചന്ദ്രാധിഷ്ഠിതമായി അനുകൂലമാണ്. ജാതകത്തിൽ നിങ്ങളുടെ 10ാം ഭാവാധിപൻ എങ്ങനെയാണെന്നും കൂടെ അറിയണം. അത് വളരെ മോശമാണ് നിൽക്കുന്നത്. അതിൻ്റെ ദശാകാലങ്ങളാണ് അപകാരമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഉദ്ദേശിച്ച ഗുണം കിട്ടില്ല. എങ്കിലും ചില ചുവടുകൾ വയ്ക്കാൻ അനുകൂലമായ സമയമാണ്. ഇനി മിഥുനക്കൂറ് മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 10ൽ ശനിയാണ്, ജന്മവ്യാഴമാണ്, രാഹു 9ലാണ്. പൊതുവെ ഒരു ഭാഗ്യക്കുറവും അതേപോലെ ആരോഗ്യ പ്രശ്നങ്ങളും തൊഴിൽ പ്രതിസന്ധികളുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ മിഥുനക്കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യ കാര്യത്തിലും മനസ്സിൻ്റെ കാര്യത്തിൽ അത്ര അനുകൂലമല്ല. പൊതുവെ ഒരാത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ ഉണ്ടാകും. മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃസ്ഥാനീയരത്ര അനുകൂലമായിരിക്കില്ല. ഒരു അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. കൂടെ നിന്ന് സഹായിക്കാൻ ചിലപ്പോൾ പല കാര്യങ്ങളിലും അഭിപ്രായ രൂപീകരണത്തിന് സഹായിക്കാൻ കഴിയുന്ന ആളുകളുണ്ടായിന്ന് വരില്ല. ആസ്മ, മാനസികമായ അസ്വസ്ഥത, ഗർഭാശയ രോഗങ്ങൾ, ഗർഭാവസ്ഥയിലുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാര്യം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്, ദോഷം തന്നെയൊന്നുമല്ല. എങ്കിൽ പോലും ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. ചെറിയ അപകടങ്ങൾക്കൊക്കെ ഉള്ള സാധ്യതയുണ്ട്. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ ഒരു പരിധി വരെ കുറയും. പക്ഷെ ശത്രുദോഷം ഉണ്ടാകില്ല എന്നല്ല, ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ദോഷം തന്നെയാണ്. അതിൻ്റെ അളവ് ശക്തി കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ്. ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളുണ്ടാകും. മക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ചില അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന സമയമാണ്. കേസൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. തൊഴിൽ മേഖലയിൽ അത്ര മേന്മയില്ല. സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും അനുകൂലം ആയിരിക്കില്ല. ഏറ്റവും കൂടുതൽ ദോഷം വരുന്ന 2 നക്ഷത്രങ്ങളാണ് ഈ ദിവസത്തെ ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു. കാര്യം ചിലപ്പോൾ അവരുടെ കൂറ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണകരമായിരിക്കും. പക്ഷേ ഈ നക്ഷത്രം ദോഷം വരുന്നവ കാർത്തികയും മകീരവും അനിഴവും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാർത്തികയും മകീരവും അനിഴവും അത്ര അനുകൂലമായ നക്ഷത്രങ്ങളല്ല. പക്ഷെ ഇവരുടെ കൂറുകൾ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് അനുകൂലാവസ്ഥ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കുക. ആ ഗുണകരമായ കാര്യങ്ങളെ ഗുണകരമാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് കൂടുതൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക എന്നർത്ഥം. ഈ ദോഷം വരുന്നവർ കുറച്ചുകൂടെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്ത് ഗുണകരമാക്കാനായിട്ട് ശ്രമിക്കണം. അതാണ് വേണ്ടത്. ഇനി നമുക്ക് കർക്കിടകക്കൂറ് പ്രണയകാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതടുത്ത ഇതിൽ പറയാം കേട്ടോ. കർക്കിടകക്കൂറ് പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 12ൽ വ്യാഴവും 8ൽ രാഹുവും 9ൽ ശനിയും 2ൽ കേതുവും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിലും ആ കഠിന ദോഷത്തിൽ നിന്ന് ദോഷം എന്ന അവസ്ഥയിലേക്ക് കർക്കിടകക്കൂറുകാരൊന്ന് മാറിയിട്ടുണ്ട്. അത് തന്നെ വലിയ കാര്യമാണ്. ശരിക്കും കഠിന ദോഷത്തിൽ നിന്ന് ദോഷത്തിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കർക്കിടകക്കൂറുകാർക്ക് കഴിഞ്ഞ കാലഘട്ടത്തിനേക്കാൾ അല്പം മേന്മ കൂടുതലുള്ള ദിവസമാണെന്ന് ചിന്തിക്കണം. മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ്. മാതൃസ്ഥാനീയരൊക്കെ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു ദിവസമാണ്. എന്നാൽ ആരോഗ്യ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണ്ട ദിവസമാണ്. എല്ലാ കാര്യത്തിലും ഒരു അലസതയും എല്ലാത്തിനെയും ഒരു സംശയദൃഷ്ടിയുടെയൊക്കെ നോക്കുന്ന ഒരു സമയമായിരിക്കും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പിത്തരോഗമുള്ളവർ, നേത്രരോഗമുള്ളവർ ഒക്കെ ശ്രദ്ധിക്കുക. ഉഷ്ണരോഗമുള്ളവരും ദന്തരോഗമുള്ളവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ദന്തരോഗത്തിൻ്റെ കാര്യം കൂടുതൽ ഒന്ന് ശ്രദ്ധിക്കാൻ കാരണം എനിക്ക് ചെറിയൊരു ദന്തരോഗം വന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് നോക്കി എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ കേൾക്കുന്നവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളുണ്ടോ എന്ന്
നിങ്ങളോട് കമൻറ്റ് ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം അതാണ്. ഞാൻ ദന്തരോഗം അത്ര ശ്രദ്ധിക്കാതെ ഫലം പറഞ്ഞിരുന്ന ഒരാളാണ്. കാരണം ആരും അങ്ങനെ അഭിപ്രായപ്പെട്ടിരുന്നില്ല. അപ്പോൾ എനിക്ക് വന്നപ്പോൾ ഞാനത് ശ്രദ്ധിച്ചു, അതുകൊണ്ട് അത് കൂടെ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട സമയമാണെന്ന് അർത്ഥം, കർക്കിടകക്കൂറുകാർ. അപ്പോൾ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞാൽ നമുക്ക് ചേർക്കാം. എൻ്റെ സ്ഥിരം പ്രേക്ഷകർക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണല്ലോ ഞാൻ കൂടുതൽ ഉപയോഗിക്കുക. അതുകൊണ്ട് ആവശ്യമില്ലാത്തവ നമുക്ക് കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം. അതേപോലെ കർക്കിടകക്കൂറുകാർക്ക് സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുദോഷമൊക്കെ കുറയുന്ന ഒരു സമയമാണ്. കടബാധ്യത ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ച് കൊണ്ടുവരാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമല്ല. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്കുകൾ മൂലം ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാം. സാമ്പത്തിക രംഗത്ത് ചില നഷ്ടങ്ങൾ ഉണ്ടാവാം. പകർച്ചവ്യാധികൾ, പനി പോലെയുള്ള പ്രശ്നങ്ങൾ കർക്കിടകക്കൂറുകാർക്ക് വരാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് അതും ഈ ദിവസം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ദൈവാധീനം വളരെ കുറവാണ്. മക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം, അതേപോലെ കഫരോഗങ്ങൾ, ഉദര വായു സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമല്ല. ജീവിത പങ്കാളി കർക്കിടകക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായിരിക്കും. മേലുദ്യോഗസ്ഥനൊന്നും അനുകൂലമല്ലാത്ത അവസ്ഥ ഉണ്ടാവും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ കർക്കിടകക്കൂറുകാർ ഉപയോഗിക്കരുത്. അത് വളരെയധികം ദോഷം ചെയ്യും. ഇനി ചിങ്ങം, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാരുടെ ഫലമാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. 8 ശനി, ജന്മകേതു എന്നിവ സഞ്ചരിക്കുന്നതാണ്. ചിങ്ങം ദോഷകരമായ ഒരു ദിവസമാണ്. ആരോഗ്യവും മനസ്സും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല. എല്ലാ കാര്യത്തിലും ഒരു അലസതയും ഭിന്നത്തേക്ക് മാറ്റിവെക്കുന്ന അവസ്ഥയും ഉണ്ടാകും. മനസ്സ്, ബുദ്ധി വേണ്ട രീതിയിലല്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. ഒരു കാര്യത്തിലും ഒരു അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല. ഉപദേശങ്ങൾ തരുന്നവരൊന്നും അത്ര മേന്മയുള്ളവരുമായിരിക്കില്ല. ആസ്മ, മാനസികമായ അസ്വസ്ഥത, വൃക്കരോഗം തുടങ്ങിയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായി കലഹമുണ്ടാകും. മുൻകോപത്തെ വളരെയധികം നിയന്ത്രിച്ചില്ലെങ്കിൽ ചില ദോഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വാക്കുകളെയൊക്കെ വളരെ ശ്രദ്ധയോടെ കരുതലോടെ ഉപയോഗിക്കണം. അതല്ലെങ്കിൽ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചില പ്രയാസങ്ങളുണ്ടാവും. ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനമൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ, ജാതകദോഷം ഉണ്ടെങ്കിൽ പോലും ഒന്ന് ശ്രദ്ധിച്ചാൽ ഇത് അനുകൂലമായതുകൊണ്ട് അതിൻ്റെ മേന്മ കുടുംബത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. വാക്കുകളെ നിയന്ത്രിക്കുക എന്ന ആദ്യ കാര്യം ശ്രദ്ധിക്കുക കൂടെ ചെയ്താൽ. തൊഴിൽ മേഖലയിൽ അത്ര മേന്മയൊന്നുമില്ല. മേലുദ്യോഗസ്ഥരും തൊഴിലാളികളും സഹപ്രവർത്തകരും ഒന്നും അനുകൂലമായിരിക്കില്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്, പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിലേക്ക് പോകുമ്പോൾ. കന്നി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 7 ശനിയും 10 വ്യാഴവും 12 കേതുവും നിൽക്കുന്ന സമയമാണ്. എല്ലാ കാര്യങ്ങൾക്കും ഒരു നിവൃത്തി തടസ്സം ഉണ്ടാകുന്ന കാലഘട്ടമാണ്. എങ്കിൽ അങ്ങനെയാണെങ്കിലും കന്നിക്ക് ഈ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസം തന്നെയാണ്. പൊതുവെ മനസ്സ്, ബുദ്ധിയൊക്കെ അനുകൂലമാണ്. മാതൃസ്ഥാനീയർ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളുള്ളതിനേക്കാൾ മേന്മയുണ്ടാകുന്ന ദിവസങ്ങൾ തന്നെയാണ്. എന്നാലും പിത്തരോഗമുള്ളവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അസ്ഥി സംബന്ധമായ അസുഖമുള്ളവരും കന്നിക്കൂറുകാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയ കന്നിക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല. ഭൂമി സംബന്ധമായ ചില പ്രശ്നങ്ങളും കാര്യങ്ങൾ കൊണ്ടോ ധനപരമായ കാര്യങ്ങൾ കൊണ്ടോ ഒക്കെയോ സഹോദര സ്ഥാനീയരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. കടബാധ്യത ഉണ്ടാവും. അപകടങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. എന്നാൽ മക്കളും ജീവിത പങ്കാളിയുമൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട്
കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും കുറയുന്ന ഒരു സമയമാണ്. വാഹന സംബന്ധമായ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ഈ സ്റ്റേഷനറി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരും ഒന്ന് ശ്രദ്ധിക്കണം തൊഴിൽ മേഖലയിൽ കേട്ടോ. ഈ കന്യാക്കൂറുകാർ തൊഴിൽ മേഖലയിൽ അനുകൂലമല്ല. തൊഴിലാളികൾ സഹപ്രവർത്തകരൊന്നും അനുകൂലമല്ല. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പൊതുവെ അനുകൂലമായൊരു സ്ഥിതി ഉണ്ടാവും. ഇനി തുലാക്കൂറ്. ആ തുലാക്കൂറ് പറയുന്നതിന് മുമ്പ് പ്രണയ കാര്യങ്ങളിൽ കുറച്ച് മേന്മയുള്ള ഒരു നക്ഷത്രമാണ് ചിത്തിര. ചിത്തിര നക്ഷത്രത്തിനാണ് പ്രണയ കാര്യത്തിൽ അല്പം മേന്മയുള്ളത്. ഇപ്പോൾ ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ അത് അനുകൂലമായി തീരും. പ്രണയകാര്യങ്ങൾ ഗുണം കിട്ടാൻ സാധ്യതയുള്ളൊരു നക്ഷത്രമാണ് എന്നർത്ഥം ഈ ദിവസം. ചിത്തിര തുലാക്കൂറ് എന്ന് പറയുന്നത് ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ദിവസമാണ്. എങ്കിലും ശുഭകരമായ ദിവസമാണെങ്കിലും അവരുടെ മനസ്സ് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഒരു നിയന്ത്രണം ഉണ്ടാക്കിയെടുക്കാൻ നല്ലതാണ്. ബുദ്ധി അത്ര അനുകൂലമല്ല. ഇപ്പം മനസ്സും ബുദ്ധിയും ഒന്ന് ശ്രദ്ധിച്ചുപയോഗിക്കുക. മാതൃസ്ഥാനീയർ അനുകൂലമല്ല, എന്നാലും പിതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമാണ്. ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എന്നാൽ ഒരഭിപ്രായ സ്ഥിരത ഇടയ്ക്കിടയ്ക്കൊന്ന് മാറേണ്ട ഒരു ദിവസം കൂടിയായി തീരും ഇത്. ആസ്മ, അലർജി സംബന്ധമായ അസുഖങ്ങൾ, ഗർഭാവസ്ഥയിലുള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. ഗുണകരമാണെങ്കിൽ പോലും ഇവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകുന്ന കാലഘട്ടമാണ്. കടബാധ്യത വരാനുള്ള സാധ്യതയുണ്ട്. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം ദൈവാധീനമുള്ള ഒരു സമയമൊക്കെ ആണെങ്കിലും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, അശ്രദ്ധ മൂലം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ധനപരമായ കാര്യങ്ങളിലൊക്കെ നേട്ടം ഉണ്ടാവും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ്. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ പിണങ്ങി നിൽക്കുന്നവരെയൊക്കെ തൻ്റെ ഭാഗത്തേക്ക് ചേർക്കുന്നതിന് അനുകൂലമായ ഒരു ദിവസമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ്. മക്കളും ജീവിത പങ്കാളിയും ഒക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും. തൊഴിൽരംഗം അനുകൂലമാണ്. തൊഴിലാളികൾ അനുകൂലമാണ്. മേലുദ്യോഗസ്ഥരും ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും തൊഴിൽ രംഗത്ത് പുതിയ വികസന പ്രവർത്തനം നടത്തുന്നതിനൊക്കെ അനുകൂലമായ സമയം ആണ്. ചെറിയ ഒരു കാലാവസ്ഥാ മാറ്റങ്ങൾ എന്നെയും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ തൊഴിൽ മേഖല കുറെ കൂടെ അനുകൂലമായ സമയമായതുകൊണ്ട് തുലാം രാശിക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കണം. അനുകൂലമാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. അനുകൂലമാകുന്ന സമയത്താണ് ഒരു കാര്യങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നത് കൂടുതൽ അനുകൂലമാക്കാനായിട്ട് കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. ഇപ്പോൾ ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന കാലഘട്ടം തന്നെ ആണ്. ഇനി വൃശ്ചികം. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വൃശ്ചികക്കൂറുകാർക്ക് ദോഷകരമായൊരു ദിവസമാണ്. കഠിന ദോഷത്തിൽ നിന്ന് ദോഷത്തിലേക്ക് വന്നിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പോൾ കുറച്ച് കുറഞ്ഞു എന്നർത്ഥം. കഠിനം കുറഞ്ഞു വൃശ്ചികക്കാരെ സംബന്ധിച്ചിടത്തോളം. 4 രാഹുവും 5 ശനിയും 8 വ്യാഴവും 10 കേതുവും ഒക്കെ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. എങ്കിലും പൊതുവെ ഒരു ദോഷം എന്ന അവസ്ഥയിലേക്ക് വന്നു എന്നർത്ഥം. മനസ്സ്, ബുദ്ധിയൊക്കെ അവർക്ക് അനുകൂലമായി പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ആരോഗ്യ കാര്യങ്ങൾ വളരെ ശ്രദ്ധ വേണം. ഒരാത്മവിശ്വാസക്കുറവ് പൊതുവെ എല്ലാ കാര്യത്തിലും ഉണ്ടാകും. പൊള്ളലേക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നേത്രരോഗങ്ങളെയും ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും. കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചാൽ കാര്യം ദോഷകരമായ ദിവസമാണെങ്കിൽ പോലും നടക്കും.
മറ്റുള്ളവരുമായി ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാക്കുകൾ അത്ര അനുകൂലമായിട്ടായിരിക്കില്ല വരിക. അതുകൊണ്ട് വാക്കുകളെ വളരെയധികം നിയന്ത്രിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. ധനപരമായ ചില നഷ്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ കടം തീർക്കാനുള്ളൊരു യോഗമുണ്ട്. അപ്പോൾ ധനപരമായി എന്തെങ്കിലും ഒരു വരവ് വന്നാൽ അത് ഉടൻ കടം തീർക്കാനായിട്ട് തീരുമാനിക്കുക. അല്ലെങ്കിൽ അതെന്തെങ്കിലും മാറ്റി വെച്ചാൽ ആ കാര്യവും നടക്കില്ല, കടം തീർക്കാനുള്ള കാര്യവും നടക്കാതെ വരും. ഇതിങ്ങനെ എടുത്തു പറയുന്നത് അത് അങ്ങനെ ആകും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് കടം തീർക്കാൻ പെട്ടെന്ന് ഉപയോഗിക്കാം. മറ്റു കാര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നടത്തിക്കൊണ്ട് പോയിക്കൊള്ളുക. നടക്കും, അതങ്ങനെയൊക്കെ നടന്നു പോയിക്കോളും. മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ദൈവാധീനക്കുറവുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ വേണം. ജീവിത പങ്കാളി ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. പ്രത്യേകിച്ച് തൊഴിലാളികളും മേലുദ്യോഗസ്ഥരും അനുകൂലമല്ല. ഒരു കാരണവശാലും വൃശ്ചികക്കൂറുകാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത് ഈ ദിവസം. ഇനി ധനു, മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ധനുക്കൂറുകാരെ സംബന്ധിച്ചോളം 4 ശനിയും 9 കേതുവും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവർക്ക് കഠിനദോഷം ഉള്ള ഒരു സമയമാണിത്. എങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എന്നാൽ ആരോഗ്യകാര്യത്തിലൊരു ശ്രദ്ധ വേണം. അലസത ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. കടബാധ്യത വരും. അതേപോലെ മുൻകോപം മൂലം ചില പ്രശ്നങ്ങളുണ്ടാവും. അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി വേണം വാഹനങ്ങൾ പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അല്ലെങ്കിൽ അപകടകരമായ തൊഴിലുകളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. വാക്കുകൾ അനുകൂലമല്ല. ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. ജീവിത പങ്കാളി അനുകൂലമല്ല. മക്കൾ എന്നാൽ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. കുടുംബത്തിലൊരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും. തൊഴിൽ മേഖലയിലും അത്ര മേന്മയുള്ള സമയമൊന്നും അല്ല. തൊഴിലാളികളിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും പ്രതികൂലമായ സ്ഥിതി ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ട്. എന്നാൽ സഹപ്രവർത്തകർ ഒരു പരിധി വരെ അനുകൂലമായിരിക്കുകയും ചെയ്യും. മകരം, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരക്കൂറുകാർക്ക് 6 വ്യാഴവും 8 കേതുവും 2 രാഹുവും ഒക്കെ സഞ്ചരിക്കുക. അതോടൊപ്പം മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതികളൊന്നും അത്ര മേന്മയില്ല. കഠിന ദോഷമാണ് കാണുന്നത് മകരക്കൂറുകാർക്ക്. അതുകൊണ്ട് അവർ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദൈവാധീനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം. ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമല്ല. പൊതുവെ ഒരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും. മനസ്സും ബുദ്ധി അനുകൂലമല്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. ആസ്മ, മാനസികമായ അസ്വസ്ഥത തുടങ്ങിയുള്ളവരൊക്കെ വളരെയധികം മകരക്കൂറുകാർ ശ്രദ്ധിക്കണം. ഗർഭാവസ്ഥയിലുള്ളവരും ഉദരരോഗമുള്ളവരും ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. അപകടങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. കഴിയുമെങ്കിൽ ഒന്നും പറയാതിരിക്കുക, മിണ്ടാതിരിക്കുക ഒക്കെ ചെയ്യുന്നതായിരിക്കും മകരക്കൂറുകാർ നല്ലത്. കാരണം വാക്കുകൾ മൂലം വളരെ പ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല. മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം, ജീവിത പങ്കാളിയുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം, ഇങ്ങനെ കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത അവസ്ഥയൊക്കെ മകരക്കൂറുകാർക്ക് വരുന്ന ഒരു ദിവസമായിരിക്കും ഇത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. ധനപരമായി അമിതമായ ചെലവുണ്ടാവും. പക്ഷെ തൊഴിലാളികളിൽ നിന്നൊക്കെ അനുകൂലമായ അവസ്ഥ ഉണ്ടാവും. തൊഴിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനും കഴിയും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും അനുകൂലമായിരിക്കില്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ പോകുകയോ തൊഴിൽ മേഖലയിൽ പോകുകയോ ചെയ്യാതിരിക്കാൻ മകരക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യമായിട്ടുണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എടുത്തു പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് തയ്യാറാകണം കേട്ടോ. ഇനി ഞാൻ പറയാം, പ്രണയ കാര്യങ്ങളിൽ ദോഷം വരുന്ന 2 നക്ഷത്രങ്ങളാണ്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ആ നക്ഷത്രങ്ങൾ. പ്രണയ കാര്യങ്ങളിൽ ചെന്ന് സംസാരിക്കുമ്പോൾ ചെറിയ വാക്കുകൾ മൂലമൊക്കെ അത് പിണങ്ങി പിരിഞ്ഞ്
പോകാനുള്ള സാധ്യത ഒഴിവാക്കാൻ വേണ്ടി മകയിരം അനിഴം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രണയകാര്യങ്ങൾക്ക് അത്ര അനുകൂലമായ ദിവസമല്ല ഇത്. അപ്പോൾ അങ്ങനെയുള്ള സംഭാഷണം കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയാലും കുഴപ്പമില്ല. കൂടിക്കാഴ്ചകളൊക്കെ ഒഴിവാക്കുക നന്നായിരിക്കും. അല്ലെങ്കിൽ അത് ചിലപ്പോൾ പിണങ്ങി പിരിയാനുള്ള സാധ്യത ഈ ദിവസമുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കുംഭം, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാഹു 2 ശനി 7 കേതു ഒക്കെയാണ്. കുംഭത്തിന് ദോഷകരമായ ഒരു ദിവസമാണ്, ഒട്ടും അനുകൂലമായ ദിവസമല്ല. എങ്കിലും ദൈവാധീനം കുറച്ചൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദിവസമാണ്. അതുകൊണ്ട് അതിനൊന്ന് ശ്രദ്ധിച്ചാൽ കുറേ ദോഷങ്ങൾ കുറയാൻ കഴിയും. ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധ ആവശ്യമുള്ള കാര്യമാണ്. എല്ലാത്തിലും ഒരു ആത്മവിശ്വാസക്കുറവും സംശയവും അലസതയും ഒക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. ഉഷ്ണരോഗങ്ങൾ, ദഹനക്കുറവ് മൂലമുള്ള രോഗങ്ങൾ, നേത്രരോഗങ്ങൾ ഒക്കെ, അതിലെ പൊള്ളൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 2 അഗ്നിഗ്രഹങ്ങൾ ഒന്നിച്ച് നിൽക്കുന്ന ദോഷകരമായ 2 അഗ്നിഗ്രഹങ്ങൾ ദോഷകരമായി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് പൊള്ളലൊക്കെ ഉണ്ടാകാതിരിക്കാൻ കുംഭക്കൂറുകാരെ ശ്രദ്ധിച്ചാൽ അവർക്ക് നല്ലത്. ആസ്മ, മാനസികമായ അസ്വസ്ഥത തുടങ്ങിയുള്ളവരൊക്കെ ശ്രദ്ധിക്കണം. വൃക്കരോഗമുള്ളവർ ശ്രദ്ധിക്കണം. മനസ്സ് ബുദ്ധിയൊന്നും അത്ര അനുകൂലമല്ല. മാതൃസ്ഥാനീയരും പിതൃസ്ഥാനീയരും അനുകൂലമായിരിക്കില്ല. സഹോദരസ്ഥാനീയർ അനുകൂലമല്ല. കടബാധ്യത വർദ്ധിക്കാനുള്ളൊരു സാധ്യത, അതുപോലെ മറ്റുള്ളവരുമായി കലഹമുണ്ടാകാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമല്ല. അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് മൂലം ചില നഷ്ടങ്ങളുണ്ടാവും. ധനപരമായി പൊതുവെ അനുകൂലമാണ്. ജീവിത പങ്കാളി, മക്കൾ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയൊക്കെ ചിലപ്പോൾ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. എങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ അനുകൂലമല്ല. തൊഴിൽ മേഖലയിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. തൊഴിലാളികളെ ശ്രദ്ധിക്കണം. സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരൊന്നും അനുകൂലമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കുംഭക്കൂറുകാർ. ഇനി മീനം, പൂർവ്വരുട്ടാതി അവസാന കാൽഭാഗം, ഉത്തരട്ടാതി രേവതി. മീനക്കൂറുകാർക്ക് 4 വ്യാഴം, ജന്മശനി, 12 രാഹു ഒക്കെയാണ്. എങ്കിലും ദോഷകരമായ ദിവസമാണ്, കഠിന ദോഷമല്ല എന്നൊരു മേന്മയുണ്ട്. ദോഷകരമായ ദിവസമാണ്. ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധ വേണം. എന്നാൽ മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായി പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമെന്നൊരു ഗുണമുണ്ട്. ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ കാര്യങ്ങൾ മാറ്റിവെക്കുന്നതിനൊരു കാരണമായി തീരും. അതൊക്കെ ഒഴിവാക്കുക. ഉഷ്ണരോഗങ്ങൾ, നേത്രരോഗങ്ങൾ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പൊതുവെ ഒരു പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടും. ക്ഷീണം അനുഭവപ്പെടും. സഹോദരസ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം, കടബാധ്യത, അതേപോലെ അപകടങ്ങളൊക്കെ ഉണ്ടാകാം. മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകും. വാക്കുകൾ ഒട്ടും അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് ആരോടും കൂടുതൽ സംസാരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സംസാരം മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകം വാക്കുകൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചോളണം. അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടവും വാക്കുകൾ മൂലം ഉണ്ടാകും. ധനപരമായ കാര്യങ്ങളുടെ നഷ്ടം, തൊഴിൽ മേഖല അനുകൂലമല്ല. എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് മീനക്കൂറുകാർ. മീനക്കൂർ എന്ന് പറഞ്ഞാൽ പൂർവ്വരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതിയാണല്ലോ. അതറിയാം, ഇപ്പോൾ എല്ലാവർക്കും തന്നെ കൂറുകൾ അറിയാം. കാരണം എൻ്റെ സ്ഥിരം കേൾക്കുന്നവർക്ക് ഇനി പ്രത്യേകിച്ച് കൂറ് പറയേണ്ട കാര്യമില്ല നക്ഷത്രങ്ങളെങ്കിലും ചിലതൊക്കെ പറയുന്നു എന്ന് മാത്രം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ എല്ലാവർക്കും നമസ്തേ.